നന്നായി. അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ അമ്മയോട് അങ്ങനെ മോള് തീർത്ത് പറഞ്ഞത് നന്നായി. മോള് മുതിർന്ന പെൺകുട്ടിയാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികള് പുറത്തായാലും ക്ലാസ്സിലായാലും വീട്ടിലായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. എന്നിട്ട് അമ്മ പൊട്ടിത്തെറിച്ചോ? കരഞ്ഞോ? ബഹളം വെക്കുകയും ചെയ്തു, കരയുകയും ചെയ്തു. ഞാൻ വിട്ടുകൊടുത്തില്ല. എനിക്ക് അമ്മ കരയുന്ന കണ്ടിട്ട് ഒരു സങ്കടവും തോന്നിയില്ല. മിടുക്കി. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അമ്മയുടെ തെറ്റുകൾ നേരിടാൻ അച്ഛന് സാധിച്ചില്ലെങ്കിലും മോൾക്കത് പറ്റും. മോളെന്താ പെട്ടെന്ന്? കാറ് വരുന്ന ശബ്ദം കേട്ടില്ല. കാറിന് ചെറിയൊരു കംപ്ലൈന്റ്, വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുക. തിരിച്ചു പോകുമ്പോ എടുക്കാം. ഞാൻ യാമി മോളോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു? അല്ല, അത് പിന്നെ കുട്ടികളുടെ മനസ്സല്ലേ, വഴി തെറ്റാൻ എളുപ്പമല്ലേ. പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കിൽ വേണം കുട്ടിച്ച. ഞാനിപ്പോ എന്തു പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല. കുട്ടിച്ചൻ നല്ലതെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്ക്. ഞാൻ അമ്മയ്ക്ക് മരുന്നുമായിട്ട് വന്നതാ. ഞാൻ പേടിച്ചുപോയി. പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ? വേണ്ട വേണ്ട വേണ്ട, അമ്മ തിരിച്ചു വരുമ്പോ കൂടെ ഇറങ്ങിയാ മതി, അല്ലെങ്കിൽ സംശയം തോന്നും. യാമിമോക്കിപ്പോ ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ? അതെ, കൂടെ കൂടെ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാ. എന്നാലും പഠിക്കാനുള്ള സമയത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടെന്നൊന്ന് പറഞ്ഞേക്കൂ. കുട്ടികൾ വല്ലപ്പോഴും വരുന്നതല്ലേ ലക്ഷ്മി, അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്. വേറെ എവിടേക്കും പോകുന്നതിനേക്കാളും അവൾ ഇങ്ങോട്ട് വരുന്നതാ എനിക്ക് സമാധാനം. അവള് വല്ലാതെ മാറി തുടങ്ങിയിരിക്കുക. കുറച്ചൊന്നുമല്ല, എന്നെ പേടിപ്പിക്കുന്ന അത്രയും. വിഷമിക്കാതെ കുട്ടി. ഈ പ്രായം എന്ന് പറഞ്ഞ കുട്ടിക്കൊരങ്ങന്മാരുടെ മനസ്സാ. അതിങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. ഇടയിൽ ഒരു പിടുത്തം കിട്ടുമ്പോ നമുക്ക് പറയാം, തിരുത്താം. യാമി മോളുടെ കാര്യം ഞാൻ ഏറ്റു. പൊട്ട, ഞാൻ കരുതി എന്റെ തൊട്ടടുത്ത് എന്നെയും ചേർത്ത് പിടിച്ചോണ്ടിരിക്കാന്നൊക്കെ. നിന്നോട് ഞാൻ ഈ പറയുന്നൊക്കെ. നീ ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാത്ത പോലെ സംസാരിക്കല്ലേ. കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഫുൾ ടൈമേ ആ ഫാദറിന്റെ കൂടെ നടക്കുന്നുണ്ടാ. അങ്ങനെ ഇതിനെ ലാടിച്ച് ചീത്തയാക്കി. ഫാദറിനൊന്നും പറയല്ലേ, അതെനിക്ക് ദേഷ്യം വരുന്ന കാര്യമാണേ. അയ്യോ, ഫാദർ വിളിക്കുന്നു. കണ്ടാ, അതാണ് ഞങ്ങളുടെ മനസ്സ് തമ്മിലുള്ള ഐക്യം. മിണ്ടല്ലേ, പോരാ. ഹലോ ഫാദർ. നീ എവിടെയാ? ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ. ചിറകുകൾക്ക് ബലം വെച്ചു. സ്വതന്ത്രമായിട്ട് നീ എങ്ങോട്ടും പറക്കാം. ഫാദർ, എവിടെ പോയാലും ആരുടെ കൂടെ പോയാലും നീ ദൈവഭയമുള്ളവൻ തന്നെ ആയിരിക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് ഫാദർ. ഇന്നിനിയിപ്പോൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും സംസാരിപ്പിക്കണ്ട. പോയ സ്ഥലത്തുനിന്നോ എത്രയും വേഗം തിരിച്ചു വരാൻ നോക്ക്. ശരി? പിടിച്ചു ഫാദർ, എല്ലാം പിടിച്ചു. എന്ത്? എടോ, ഞാൻ കൂട്ടുകാരുടെ അല്ലെന്ന് ഫാദറിന് മനസ്സിലായി. തന്റെ കൂടെയാണെന്ന് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതിനിപ്പോ എന്താ? ഇത് ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നും അല്ലല്ലോ. സ്നേഹ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പൊ തന്നെ തിരിച്ചു പോയാലോ? തിരിച്ചു പോവാനോ? ഇത്രയും ദൂരം വന്നിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഫാദർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കെന്തോ, ഞാൻ ഇതുവരെ ഫാദറിനോടൊന്നും ഒളിച്ചു വെച്ചിട്ടില്ലടോ. ഇനി എന്റെ മനസ്സ് നേരെയാവില്ല. നമുക്ക് ഇന്ന് തന്നെ പോവാം, പ്ലീസ്. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാലേ എന്റെ സ്വഭാവം മാറും.
നിന്റെ ഫാദറിനോട് ഞാൻ പറഞ്ഞോളാം നിന്നെ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്. അയ്യോ, ഫാദറിനോടൊന്നും പറയല്ലേ. അങ്ങനെയാണെങ്കിലേ എന്റെ പൊന്നു മോനൊരു കാര്യം ചെയ്. ഈ സുന്ദരമായ രാത്രി നിന്നെ മനസ്സറിഞ്ഞ് പ്രേമിക്കുന്ന പെൺകുട്ടിയോട് ഒന്ന് പഞ്ചാര വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് കൂടെ ഇരിക്കേ. എടോ, തനിക്ക് എന്നെ നന്നായിട്ട് മനസ്സിലാവില്ലേ? അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ നിന്നെ കയറി പ്രേമിച്ചത്. ഒരു 10-30 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നീ ഇവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? വന്നാൽ തന്നെ കയ്യിൽ കുറെ ഗുളിക കാണും, കാലിലും കയ്യിലൊക്കെ പുരട്ടാൻ കുറെ കുഴമ്പും കാണും. ഇന്നത്തെ ഈ രാത്രി നിന്റെ ഫാദറിനെയും ആ പള്ളിമേടയൊക്കെ ഇരുട്ടുകൊണ്ട് ഞാനങ്ങ് മൂടാൻ പോവാ. നമുക്ക് ഓർമ്മിക്കാൻ ഒരു ദിവസം, ഇനി വരാനിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളെയും പിന്നിലാക്കുന്ന ഒരു ദിവസം. അതിതാ. മോളെ യാമി, യാമി മോളെ. യാമി, മോളെ യാമി. എന്തുപറ്റി? ഒന്നുമില്ല, അവൾ ഉറങ്ങാ. ഞാൻ അവളെ ദ്രോഹിക്കാനൊന്നും വന്നല്ല. സ്നേഹ, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം അവസാനിച്ചില്ലേ? ഇനിയിപ്പോ ഞാൻ നശിച്ചു. ഒരു സ്ത്രീ സൂക്ഷിക്കേണ്ടതെല്ലാം ഇല്ലാതായി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? സ്നേഹ, താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? കളിയാക്കാൻ വേണ്ടി പലതും പറഞ്ഞു, പക്ഷെ ഇങ്ങനെ കാര്യമാവുമെന്ന് ഞാൻ കരുതിയോ? ഞാനിനി തിരിച്ചു പോകുന്നില്ല. ഞാൻ ഇങ്ങനെ എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കാം. ഞാൻ കടലിൽ ചാടി എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. എടോ, താൻ എന്തീ പറയുന്നത്? എടോ, താൻ എന്നെ ഒന്ന് നോക്കി. നിന്നെ ചാകാൻ വിടാൻ പറ്റുമോ എനിക്ക്? നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തവരല്ലേ. പിന്നെ
താൻ മാത്രം സ്വയം ശിക്ഷിക്കുന്ന എന്തിനാ? എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റാ. എടാ, സോറി സ്നേഹ. എന്ത് സോറി? നീ എന്തിനായിരുന്നു കരയുന്നേ? നീ എന്താ കരുതിയത് ഞാൻ സീരിയസ് ആയിട്ടിരുന്ന് കരയാണെന്നോ? അയ്യേ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിച്ചവരല്ലേ, പിന്നെന്താ? അപ്പോ താൻ കാണിച്ചത് തമാശയാണോ? അല്ലാതെ പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. കുറച്ചു നേരം കൂടി ഞാനൊന്ന് ബലം പിടിച്ചിരുന്നെങ്കിലേ ആദ്യം നീ ഓടിച്ചെന്ന് കടലിൽ ചാടുമായിരുന്നല്ലോ. പിന്നെ അല്ലാതെ ഞാനങ്ങ് വല്ലാതെ ആയിപ്പോയി. അല്ലാതെ തന്നെ കുറ്റബോധം കൊണ്ട് തല നേരെ നിൽക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. തിരിച്ചു ചെന്നിട്ട് നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരാൻ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എന്നാലും എന്നാലും ഇല്ല. എന്നെ നോക്ക്, ഞാനിപ്പോ പൂർണ്ണ സംതൃപ്തയാ. ഇന്നത്തെ ഈ ദിവസം ഞാനും നീയും ഒരിക്കലും മറക്കില്ല. പ്രഷ്യസ് ഡേ ഇൻ आवर ലൈഫ്. ആ, കാര്യങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. ശരി, ഞാൻ വിളിച്ചോളാം. സ്വല്പ തിരക്കില്ല. അശോക്, എന്താ അശോകെ ഒരു പരിചയമില്ലാത്ത പോലെ? അങ്ങനെയല്ല, തന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അശോക് സാരംഗിന്റെ കമ്പനി വിട്ടോ? എന്തു പറ്റി? എൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? എന്തിന്? സാരംഗിനെ കൊള്ളയടിക്കാനോ? ഭീകരനാണല്ലോ താൻ. കോടികൾ തട്ടിയെടുത്തിട്ട് അത് കണക്കില്ലാത്ത പണമാണെന്നും പറഞ്ഞ് കോടതിയിൽ നിന്നും പോലീസിൽ നിന്നും സാരംഗിന്റെ മുമ്പിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു. താനെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അല്പം മനുഷ്യത്വം ഉള്ളതുകൊണ്ട്. സാരംഗന്റെ ചങ്ങാതിയാ. ആ ചങ്ങാത്തുണ്ടായ വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞതിലെ ദുസൂചന എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ അത് പറഞ്ഞ് ഈ തെരുവിൽ കിടന്ന് മൽപ്പിടുത്തം നടത്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പിന്നെ താൻ എന്താ കരുതിയിരിക്കുന്നത്? പണത്തിന് കണക്കില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് സാരംഗ അടങ്ങിയെന്നാണോ? വെറും തോന്നല അശോകെ. ഈ സിറ്റിയില് സാരംഗിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാ ഞാൻ. താൻ കുറച്ച് പാടുപെടും. നിർത്തടോ. ഭീഷണിയൊക്കെ കുറെ ഞാനും കേട്ടിട്ടുണ്ട്. സിറ്റി സാരംഗിന് തീരെഴുതി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? തൽക്കാലമേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ചു. ഇനി ഇതിനപ്പുറത്തേക്ക് കയറി ഗോളടിക്കാനാണെങ്കിൽ ഞാനും എൻ്റെ രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ ചിലപ്പോൾ ചങ്ങാതിയെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ഈ പറയുന്നത് ഭീഷണിയായിട്ടൊന്നും താൻ കാണണ്ട. മര്യാദയ്ക്ക് സാരംഗിന്റെ ബിസിനസ്സിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ സാരംഗ് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതേ ചതി നീ എന്നോടാണ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെ വീട്ടിലേക്ക് കയറി വന്നേനെ. നിന്റെ കഴുത്ത് ഞാൻ ചീവിയനെ. ചീവാനുള്ള കത്തിയായിട്ട് നീ ഇറങ്ങ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിട്ട് ഇല്ലാതാവാൻ നിൽക്കണ്ട. നിർത്തറ. ഒരു കൊള്ളക്കാരന്റെ രൂപവും ഭാവവും എല്ലാം വന്നിട്ടുണ്ട് നിനക്ക്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. വെട്ടിച്ചുണ്ടാക്കിയ കോടികളുണ്ട് നിനക്കിവിടെ സുരക്ഷിതമായിട്ട് നടക്കാമെങ്കിൽ അങ്ങ് നടക്ക്. ഇതിൽ കൂടുതൽ ദോഷങ്ങൾ സാരംഗിന് നീ വരുത്തിയിട്ടുണ്ടെങ്കിൽ അശോകെ, നമ്മൾ തമ്മിലുള്ള ഈ ചെറിയ പരിചയം ഞാനങ്ങ് മറന്നു കളയും. കൂട്ടുകാർക്ക് വേണ്ടി തനി ഗുണ്ടയാവാനും എനിക്ക് മടിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് ഞാനത് മറന്നിട്ടില്ല.
തൽക്കാലം ഇപ്പൊ പൊയ്ക്കോ. സ്നേഹ, സ്നേഹ, ഇതെവിടെ എത്തി? തന്നെ ഞാൻ പിക്കിയ സ്ഥലത്ത്. അപ്പൊ ഞാൻ കൊറേ ഉറങ്ങിയോ? പിന്നെ നിനക്കെന്നെ വിളിക്കായിരുന്നില്ലേ? വേണ്ടാന്ന് തോന്നി. ഇറങ്ങ. എവിടെയെങ്കിലും ഒരു ചായക്കടയുടെ മുന്നിൽ നിർത്തായിരുന്നില്ലേ? ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് കുടിച്ചാൽ മതി. 2 വഴിക്ക് പോയ നമ്മളെ ഇനി ഒരുമിച്ച് ചായ കുടിക്കുന്നത് ആരും കാണണ്ട. ഓ, നിന്റെ ലിമിറ്റ് കഴിഞ്ഞല്ലേ? എങ്കിലേ എന്നെ വീടിന് മുന്നിലൊന്ന് ഡ്രോപ്പ് ചെയ്. അതെങ്ങനെയാ? ഞാൻ ഫാദറിന്റെ നാട്ടിൽ പോയേക്കുമല്ലേ, താൻ കൂട്ടുകാരിയോടെ പോവും. എന്നിട്ട് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാ? ഏയ് വേണ്ട വേണ്ട, അങ്ങളുടെ മുമ്പിൽ ചെന്ന് ചാടാൻ വയ്യ. എന്നാ ശരി, ഇനി ആ റിസ്ക് കൂടി ഞാൻ എടുപ്പിക്കുന്നില്ല. ഫാദറിന്റെ മുമ്പിലേക്ക് ചെല്ലാനാണ് ടെൻഷൻ. എന്താ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. കുറെ കള്ളങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഫാദറിന്റെ ഒറ്റ ചോദ്യത്തിലേ എല്ലാം തകർന്നു. സത്യം പറഞ്ഞു പോവോ? ആ, എന്നാ നന്നായി. എല്ലാവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് നടത്തേണ്ട ഒരു ഉത്സാഹം കിട്ടുമല്ലോ. താനൊന്നും മിണ്ടാണ്ടിരുന്നേ, ഞാൻ പോവാ. അതെ, താനൊരു ഓട്ടോ പിടിച്ചേ. ഞാൻ പോയിക്കോളാം, ഡോക്ടർ വിട്ടോ. സ്നേഹ, താൻ എന്നോട് പറഞ്ഞു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണ് കടന്നുപോയതെന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 24 മണിക്കൂറാണ് അവസാനിച്ചത്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിൽ ഓരോ നിമിഷത്തിലും താൻ സ്നേഹത്തിൻ്റെ യഥാർത്ഥ മുഖം എനിക്ക് കാണിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയ്ക്കൊന്നും ആരും എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല. എനിവേ, താങ്ക്സ്. ഒന്ന് പോടാ ചെറുക്ക. പോയിട്ടെ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ഇനി നിന്നെ പിരിഞ്ഞിരിക്കുക എന്നാലേ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് യു ആർ സോ സ്വീറ്റ്. പോയിക്കോ, അല്ലെങ്കിലേ ഡോക്ടർ അരുണിന്റെ ടൈം ടേബിൾ മുഴുവൻ തെറ്റും. പിന്നെ വട്ടുപിടിച്ച് നടക്കുന്നതേ ഞാൻ തന്നെ കാണേണ്ടി വരും. ഓക്കെ എന്നാ, ബൈ. എന്താ? ഒന്നുമില്ല, ഞാൻ എന്റെ ചെറുക്കനെ ഒന്നുകൂടി നോക്കിയതാ. ഇനി പൊക്കോ. ശരി, ബൈ.